ഹലോ, ചക്കപ്പഴം കഴിച്ചാൽ ഫിറ്റാവോ? മത്താവോന്ന് ഇല്ലാന്നല്ലേ ഉത്തരം. എന്നാൽ പന്തളം KSRTC ഡിപ്പോയിൽ പോയിച്ചാൽ അവിടുത്തെ ജീവനക്കാർ പറയും യെസ് മത്താവൂന്ന്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു ജീവനക്കാരൻ വീട്ടിൽ നല്ല തേൻ വരിക്ക കണ്ടപ്പോഴത്തേക്കും കുറച്ച് പൊതിഞ്ഞ് സുഹൃത്തുക്കൾക്ക്, അതായത് ഓഫീസിൽ കൊണ്ടുകൊടുത്തു. അവിടെ ചെന്ന് അവരെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. 2-3 പേരിരുന്ന് കഴിച്ചു. കഴിച്ചതിന് ശേഷം ഡ്യൂട്ടിക്ക് കയറാൻ പോകുമ്പോഴത്തേക്കും ബ്രത്ത് അനലൈസർ ഉപയോഗിച്ചു. അതായത് KSRTCയിൽ ഇപ്പോൾ ഡ്രൈവറും കണ്ടക്ടറും ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് മദ്യപിച്ചില്ല എന്ന് തെളിയിച്ചിട്ട് മാത്രമേ വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഇത് ഉപയോഗിച്ചപ്പോഴത്തേക്ക് ഇത് ബീപ്പ് അടിച്ചു, അതായത് മദ്യം കഴിച്ചു എന്ന് തെളിഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല, ഞാൻ മദ്യം കഴിച്ചിട്ടില്ല എന്ന്. അപ്പം ഊതിക്കാൻ കൊടുത്ത ആൾ പറഞ്ഞു ഇല്ല, ബീപ്പ് ചെയ്തു, 1 നിന്ന് 10 പോയിട്ടുണ്ട്, സംഭവം മദ്യപിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല, വേണമെങ്കിൽ ഞാൻ വൈദ്യ പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ വൈദ്യ പരിശോധന നടത്തിയപ്പോഴത്തേക്കും മദ്യപിച്ചില്ല എന്ന് തെളിഞ്ഞു. അപ്പോൾ ഇതെന്താ സംഭവം? ബ്രത്ത് അനലൈസറിന്റെ പ്രശ്നമാണെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് 2-3 പേരെ കൊണ്ട് ഊടിപ്പിച്ചു. അതിനകത്ത് ഈ ചക്ക കഴിക്കാത്തവരൊക്കെ ഊതിയപ്പം ബീപ്പ് ചെയ്യാതിരിക്കുകയും ചക്ക കഴിച്ചവർ ഊതിയപ്പം ബീപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പം ഇത് സയൻറ്റിഫിക്കലി ഇവർക്ക് തെളിയിക്കണമല്ലോ. അങ്ങനെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീപ്പ് ചെയ്യാത്ത ഒരാളെ കൊണ്ട് 2-3 ചോള ചക്ക തീറ്റിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ചപ്പോഴത്തേക്കും സംഭവം ബീപ്പ് ചെയ്തു. അതായത് ചക്ക കഴിച്ചത് കൊണ്ടാണ് ബ്രത്ത് അനലൈസർ ബീപ്പ് ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇനി മുതൽ അവിടെയുള്ള ആരും ചക്ക ഓഫീസിൽ കൊണ്ട് കഴിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരമുള്ള പഴങ്ങൾ പഴക്കം മൂലം പൊളിച്ചാൽ അതിൽ മദ്യത്തിൻ്റെ അംശം കണ്ടെത്താൻ കഴിയും. അതിൽ നിന്ന് പല സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഏത് നമുക്കറിയാലോ. എന്തായാലും പുളിക്കാൻ സഹായിക്കുന്ന ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് എന്നീ ഘടകങ്ങൾ ചക്കപ്പഴത്തിലുണ്ട്. പക്ഷേ ആ ഘടകങ്ങൾ ചക്കപ്പഴത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ചക്ക പഴുത്ത് അളിയേണ്ട അവസ്ഥ വേണ്ടി വരുമെന്നാണ് വിദഗ്ധർ പറഞ്ഞത്. എന്തായാലും പന്തളം KSRTC ഡിപ്പോയിൽ ഉണ്ടായിരുന്ന ഈ പ്രതിഭാസം എന്താണെന്ന് ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. എനിവേ, ഈ കഥയൊക്കെ കേട്ടിട്ട് ചക്കപ്പഴം പഴുത്ത് അളിഞ്ഞിട്ട് കഴിക്കാനും നിൽക്കണ്ട, വയറിന് വല്ല അസുഖവും വരും. ഓക്കെ.